ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സരിയു ഭ്രാന്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാട്ടോ. അവിടെ താരയുണ്ട്. താരയുടെ മൊബൈലിലേക്ക് നോക്കുമ്പോഴേക്കും കല്യാണിക്ക് അയച്ച മെസ്സേജ് കാണാണ്, മോളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ്. അത് കണ്ട് സരിയുക്ക് ആകെ പാടി ദേഷ്യം വരാട്ടോ. അതിന്റെ പേരിൽ താരേനെ ഒരുപാട് ഇടിക്കുന്നുണ്ട്. ഞാൻ ആകെ മനസ്സ് വേദനിച്ച് മനസ്സ് ബുദ്ധിമുട്ടി ഭ്രാന്ത് പിടിച്ച് ചാവാൻ പോകുന്ന അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കല്യാണിന്റെ സത്യങ്ങളൊക്കെ അറിയിക്കണോ അല്ലെ? അറിയിക്കണല്ലോ തള്ളേ നിങ്ങൾക്ക്. നിങ്ങൾ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നത്? നിങ്ങളെ കാണുന്നത് എന്റെ വളർത്തമ്മയാണ്. പെറ്റമ്മേനെക്കാളും നന്ദി സ്നേഹമുള്ളത് വളർത്തമ്മക്ക് തന്നെയായിരിക്കും. നിങ്ങൾ പോയി ചാവ് ചാവ് എന്നൊക്കെ വേണ്ട സരി ഒരുപാട് അടിക്കാണ്. അതൊക്കെ കാണുമ്പോഴേക്കും അത് താരക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നത്. താര പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും രതീഷിനെയാണ്. രതീഷ് കിരണിനോട് വീണ്ടും വീണ്ടും പറയാണ്, സാറേ എനിക്ക് സാറിനോട് വീണ്ടും വീണ്ടും പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ സരി എന്ന് പറഞ്ഞവളെ കണ്ണടച്ച് വിശ്വസിക്കില്ലേ സാറേ? താരാന്റി അങ്ങനത്തെ ഒരു മെസ്സേജ് കല്യാണിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. താരാന്റിക്ക് ഒന്നും പറയാൻ പറ്റാത്ത ചിലപ്പോൾ ഒരു അവസ്ഥയായിരിക്കും, അതുകൊണ്ടായിരിക്കും മെസ്സേജ് അയച്ചത്. പക്ഷേ സാറേ ഇത് സൂക്ഷിക്കണം. ഞാൻ ഇപ്പോഴും പറയാണ്, ഷാരിയും അതുപോലെ തന്നെ അവളുടെ മോള് സരയു രണ്ടുപേരും കണക്കാണ്. സരയും ഷാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, രണ്ടും കണക്കാണ്. അവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് വീണ്ടും താരേനെയും സരയുനെയാണ്. താരനെ വീണ്ടും വീണ്ടും സരയു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്തേക്ക് അവിടേക്ക് എത്തുവാണ് നമ്മുടെ ചന്ദ്രസേനും കല്യാണിയും കൂടി ചേർന്നിട്ട്. ആ ഒരു ഭാഗത്തോടെ ഒറിജിനൽ പ്രൊമോ ഇന്നത്തെ തീരുന്ന കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.